ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ചില പിടിവാശികൾ, അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ അടിമയാകണ്ട, ഒരിക്കലും ഞാൻ പറയില്ല, തുല്യസ്ഥാനം വേണം. പക്ഷേ ഭർത്താവ് പറയുന്ന ചില കാര്യങ്ങളിൽ, ഇപ്പോൾ ജോലി സ്ഥലത്ത്, ഇപ്പോൾ രണ്ടുപേർക്ക് രണ്ട് സ്ഥലത്താണെന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് ബാംഗ്ലൂരും ഒരാൾക്ക് ചെന്നൈയിലും, എനിക്കറിയാവുന്ന ഒരു കേസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞു ഭർത്താവിനോട്, നിങ്ങൾ ബാംഗ്ലൂർ വരണം ട്രാൻസ്ഫർ വാങ്ങിച്ച്. ഭർത്താവ് പറഞ്ഞു നീ ട്രാൻസ്ഫർ വാങ്ങിച്ച് ചെന്നൈയിൽ വരണം. അവർ ഡിവേഴ്സായി. പക്ഷേ അതൊരു കോംപ്രമൈസ് ആകാവുന്നുള്ള ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാണ്. അപ്പം ഞാൻ ഇടപെടുമ്പോൾ അവർ രണ്ടുപേരും കോംപ്രമൈസിന് തയ്യാറല്ല. അപ്പോൾ ഒരു സിറ്റിയാണോ ദാമ്പത്യത്തിനേക്കാളും വലുത്? ചെന്നൈ ബാംഗ്ലൂർ എന്നുള്ള ഒരു കമ്പാരിസൺ ആണോ ഒരു ദാമ്പത്യ ജീവിതത്തിനേക്കാളും വലുത്? എത്രയോ വർഷം ഒരുമിച്ച് കഴിയേണ്ടതാണ്. ഈ ഭാര്യയ്ക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ബാംഗ്ലൂരിന് ഇതേ സുഖ സൗകര്യങ്ങൾ നാളെ ഉണ്ടാവണമെന്നില്ല. ഭർത്താവിനും ചിന്തിക്കാം, ചെന്നൈയിൽ ഇപ്പോൾ കണ്ടെത്തുന്ന സുഖ സൗകര്യങ്ങൾ നാളെ ഉണ്ടാകണമെന്നില്ല. അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരവരുടെ ടേസ്റ്റ്, വളർന്ന സാഹചര്യമുണ്ട്, ജീവിച്ച സാഹചര്യമുണ്ട്. അത് ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും അത് ഭർത്താവിൻ്റെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. ഭർത്താവും അതേപോലെ ഭാര്യയുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. അൾട്ടിമേറ്റ് ആയിട്ട് മനസ്സുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലുള്ളത് എന്താണ് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പല ഡിവോഴ്സുകളും ഒഴിവാക്കാം.